ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരികയാണ്. വി.ഡി. സതീശൻ ഇപ്പോൾ കെ.സി. വേണുഗോപാലിനെ സന്ദർശിക്കാനാണ് പോകുന്നത് എന്ന വിവരം കൂടി വരികയാണ്. കെ.സി. വേണുഗോപാൽ തലസ്ഥാനത്തെത്തിയിട്ടും നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായ ഒരു കൂടിക്കാഴ്ച സംഭവിച്ചില്ല എന്നത് വലിയ വാർത്തകളായി വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നു എന്ന വാർത്തകൾ കൂടി വരുന്നത്. വി.ഡി. സതീശൻ കെ.സി. വേണുഗോപാലുമായി കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത. വി.ഡി. സതീശൻ കെ.സി. വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ച നടത്തും. കെ.സി. വേണുഗോപാലിന്റെ വസതിയിലേക്ക് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ഇറങ്ങിയത്. കെ.സി. വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ് വി.ഡി. സതീശൻ. ഇന്ന് അങ്ങനെ ഒരു കൂടിക്കാഴ്ച സംഭവിച്ചില്ല എങ്കിൽ ഇന്ന് കെ.സി. വേണുഗോപാൽ സ്വാഭാവികമായും ആലപ്പുഴയിലെ വീട്ടിലേക്ക് മടങ്ങുമെന്നാണ് അറിഞ്ഞിരുന്നത്. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷവും സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായി ഒരു കൂടിക്കാഴ്ച നടത്താതെ സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു പടലപ്പിണക്കത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഉണ്ടാകും. അത് കൂടി ഒഴിവാക്കപ്പെടുകയാണ്. വി.ഡി. സതീശൻ കെ.സി. വേണുഗോപാൽ കൂടിക്കാഴ്ച അല്പസമയത്തിനകം നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ.സി. വേണുഗോപാലിന്റെ വസതിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, ഒടുവിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷം അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അരങ്ങൊരുങ്ങുകയാണ്. തീർച്ചയായിട്ടും അത് 15 മണിക്കൂറുകൾക്ക് ശേഷം കെ.സി. വേണുഗോപാൽ തലസ്ഥാനത്തെത്തി 15 മണിക്കൂറുകൾക്ക് ശേഷം നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹത്തിന്റെ അരികിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്ന് അദ്ദേഹം ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ കെ.സി. വേണുഗോപാലുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുമെന്നുള്ളതാണ്. ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ച അതിന്റെ ഏറ്റവും മൂർധന്യത്തിലെത്തി നിൽക്കുന്ന ഏറ്റവും അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന സമയത്ത് കൂടിയാണ് അങ്ങനെ ഒരു കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഏറെ പ്രസക്തമായിട്ടുള്ള കാര്യം. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് കരുതുന്നത്. നേരത്തെ കെ.പി.സി. അധ്യക്ഷനും യു.ഡി.എഫ് കൺവീനറും അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വി.ഡി. സതീശന്റെ വരവ് എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ശരി, എല്ലായിടത്തേക്കും എത്തുന്നു. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നു എന്നതാണ് നമുക്കറിയാം. കെ.സി. വേണുഗോപാൽ ഈ തീരുമാനം വന്നതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഞാൻ ശിരസാ വഹിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം നേരിയ തോതിലുള്ള ഒരു അതൃപ്തി പ്രകടമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി എ.ഐ.സി.സി. സെക്രട്ടറി സ്ഥാനം കൂടി വേണമോ, അത് വേണമെങ്കിലും കൊടുക്കാം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരൊറ്റ വാക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉയർത്തിവിട്ട വിവാദങ്ങൾ വലുതായിരുന്നു. അതിനുശേഷം ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമ്പോൾ ഇരു നേതാക്കളും അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, എങ്ങനെയാണ് ആശയവിനിമയം ഉണ്ടാവുക, എന്തായിരിക്കും ശരീരഭാഷ എന്നതൊക്കെ വളരെ കൗതുകമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ വി.ഡി. സതീശൻ കെ.സി. വേണുഗോപാലിനെ കാണാൻ വേണ്ടി കടന്നു പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വഴുതക്കാട് കൂടിയാണ് അദ്ദേഹത്തിന്റെ വാഹനം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. കെ.സി. വേണുഗോപാലിന്റെ വസതിയിലേക്ക് എത്തി ആ കൂടിക്കാഴ്ച അല്പസമയത്തകം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ.സി. വേണുഗോപാലിന്റെ വീടിന് മുന്നിൽ മാധ്യമങ്ങൾ ഏറെയുണ്ട്. കെ.സി. വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വി.ഡി. സതീശൻ ഒരുങ്ങുന്നു. എല്ലാ ആളുകളുമായുള്ള ചർച്ചകൾ നടക്കുന്നു. എല്ലാ സഖ്യകക്ഷി നേതാക്കളുമായുള്ള ചർച്ചകൾ നടക്കുന്നു. അതിനൊപ്പം ഏറ്റവും പ്രധാനം 15 മണിക്കൂറിന് ശേഷം കെ.സി. വേണുഗോപാലിനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് വി.ഡി. സതീശൻ ഒരുങ്ങുന്നു. അതിന് അനുമതി തേടിയിരിക്കുന്നു. ആ ഒരു തയ്യാറെടുപ്പ് വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. അതങ്ങനെ തന്നെയാണ് വേണ്ടതും. അദ്ദേഹം തന്നെയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ അനുവാദം തേടി കടന്നു ചെന്നത്. കൂടിക്കാഴ്ച ഇന്നലെ വലിയ തോതിൽ വാർത്തയായതാണ്. 2 തവണ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു. ഇപ്പോൾ കെ.സി. വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ഒരുങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ.സി. വേണുഗോപാലിന്റെ വീട്ടിലേക്ക് വി.ഡി. സതീശൻ അദ്ദേഹത്തിനോടൊപ്പമുള്ളവരുമായി യാത്ര പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കെ.സി. വേണുഗോപാൽ വി.ഡി. സതീശൻ കൂടിക്കാഴ്ച അല്പസമയത്തിനകം. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, എത്ര സമയത്തിനകം പ്രതീക്ഷിക്കുന്നുണ്ട് നിയുക്ത മുഖ്യമന്ത്രിയെ കെ.സി. വേണുഗോപാലിന്റെ വസതിയിൽ? അതൊരു 15 മിനിറ്റിനകം തന്നെ അദ്ദേഹം കെ.സി. വേണുഗോപാൽ തിരുവനന്തപുരം നാലഞ്ചിറയിലുള്ള വസതിയിൽ എത്തിച്ചേരും. ഇവിടെ വെച്ചായിരിക്കും ആ ശ്രദ്ധേയമായിട്ടുള്ള നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുക. ഇതിനോടകം തന്നെ രമേശ് ചെന്നിത്തലയെ 2 വട്ടം ചെന്ന് കണ്ട ആളാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മറ്റെല്ലാ നേതാക്കളെയും, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും യു.ഡി.എഫ് കൺവീനർ കഴിഞ്ഞ ദിവസം കണ്ടു. വേണുഗോപാലിന്റെ വസതിയിലേക്ക് വി.ഡി. സതീശനും ഒപ്പമുള്ളവരും പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കെ.സി. വേണുഗോപാൽ തലസ്ഥാന നഗരിയിൽ എത്തി 15 മണിക്കൂർ പിന്നിടുന്നു. കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടായില്ല എന്നുള്ളത് വലിയ ചർച്ചയാകുന്ന സമയത്താണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം കെ.സി. വേണുഗോപാലിന്റെ വീട്ടിലേക്ക് വി.ഡി. സതീശനും സംഘവും ചെല്ലുന്നത്. ഈ കൂടിക്കാഴ്ച ഇപ്പോഴാണ്, ഏറ്റവും അടുത്ത സമയങ്ങളിലാണ് തീരുമാനിക്കപ്പെട്ടത്. കുറച്ചു മുമ്പ് വരെ കെ.സി. വേണുഗോപാലിന്റെ ഓഫീസിലേക്ക് കാണാനുള്ള അനുമതി തേടി വി.ഡി. സതീശന്റെ ഓഫീസിൽ നിന്ന് ആരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ കൂടിക്കാഴ്ച നടത്തുന്നതിനിടയിലാണ് അങ്ങനെ ഒരു നീക്കം ഉണ്ടായത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ.സി. വേണുഗോപാലിന്റെ വസതിയിലേക്ക് ഇപ്പോൾ വി.ഡി. സതീശനും അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹവും കടന്നു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹരിമോഹൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഹരി, എപ്പോഴത്തേക്ക് എത്തും വി.ഡി. സതീശൻ അവിടെ? കെ.സി. വേണുഗോപാൽ വീട്ടിൽ തന്നെയുണ്ടല്ലോ അല്ലേ?
അത് തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റിന്റെ ആവശ്യമില്ല, അതിൽ താഴെ സമയം മാത്രമേ എടുക്കുകയുള്ളൂ. അല്പസമയത്തിനുള്ളിൽ തന്നെ വി ഡി സതീശൻ കെ സി വേണുഗോപാലിന്റെ വസതിയിലെത്തും. അദ്ദേഹം രാവിലെ മുതൽ തന്നെ ഇവിടെയുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള നേതാക്കളുടെ തന്നെ വലിയൊരു നീണ്ട നിര രാവിലെ മുതൽക്ക് അദ്ദേഹത്തെ കാണാനുണ്ടായിരുന്നു. എല്ലാ പ്രധാന നേതാക്കളും അദ്ദേഹത്തെ കാണാനെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിച്ചില്ല. മാത്രമല്ല ഉച്ചയ്ക്ക് മുൻപ് തന്നെ ആലപ്പുഴയിലെ വസതിയിലേക്ക് പോകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഈ നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച, മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിലെല്ലാം പങ്കെടുക്കേണ്ടതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം വീട്ടിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ വി ഡി സതീശനുമായി, അല്ലെങ്കിൽ നമുക്കത് കൃത്യമായി പറയാൻ കഴിയുന്നത് രാഷ്ട്രീയ കേരളം തന്നെ കാത്തിരുന്ന ഒരു കൂടിക്കാഴ്ച എന്നുള്ള നിലയിലാണ്. കാരണം ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുണ്ടായിരുന്ന 3 പേരുകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 പേരുകൾ കെ സി വേണുഗോപാലിനെ അവസാന സമയത്ത് വെട്ടിയാണ് ഇത്തരത്തിലൊരു നീക്കം ഡൽഹിയിൽ നിന്നുണ്ടായത്. അവിടെയാണ് വി ഡി സതീശന്റെ പേര് പ്രഖ്യാപിക്കപ്പെട്ടത്.